നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. പൂക്കോട്ടുംപാടം കൂറ്റമ്പാറയിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്ക് അടച്ചുപൂട്ടി ആരോഗ്യവകുപ്പ്. കാരുണ്യ പോളി ക്ലിനിക്കാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അമരമ്പലം PHCയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ MM സക്കീർ അടച്ചുപൂട്ടിയത്. ക്ലിനിക്ക് പ്രവർത്തിക്കുന്നതിനാവശ്യമായ രേഖകൾ ഹാജരാക്കിയ ശേഷം തുറന്നാൽ മതിയെന്ന് ക്ലിനിക്ക് നടത്തുന്നയാൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ക്ലിനിക്കിന് ആവശ്യമായ രേഖകൾ ഇല്ലെന്ന് കാണിച്ച് പൂക്കോട്ടുംപാടം പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പൂക്കോട്ടുംപാടം CI അനൂപ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സാന്നിധ്യത്തിൽ ക്ലിനിക്കിൽ പരിശോധന നടത്തിയത്. രാവിലെ 10 മണിയോടെ ആരംഭിച്ച പരിശോധന 11:30ഓടെയാണ് സമാപിച്ചത്. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ചുങ്കത്തറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാവുദ്ദീൻ എന്നിവരുടെ അമരമ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരുടെയും പൂക്കോട്ടുംപാടം പോലീസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർക്ക് മതിയായ രേഖകൾ ഇല്ലെന്ന് പരാതിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഡോക്ടർ തമിഴ്നാട് ധർമ്മപുരി മെഡിക്കൽ കോളേജിൽ നിന്നും MBBS നേടിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. കേരളത്തിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള TCMC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഡോക്ടർ അറിയിച്ചു. ഇതിന്റെ രേഖകൾ ഇന്ന് ഹാജരാക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ ക്ലിനിക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് അമരമ്പലം ഹെൽത്ത് ഇൻസ്പെക്ടർ MM സക്കീർ പറഞ്ഞു. ആരോഗ്യവകുപ്പിന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് അടക്കം, നമ്മളെ ചുങ്കത്തറയിലെ സൂപ്രണ്ട് അടക്കം, ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം, ഇവിടുത്തെ സർക്കിൾ അടക്കം ഇവിടെ പരിശോധനയ്ക്ക് വന്നതാണ്. അപ്പം നിലവിൽ യാതൊരുവിധ അംഗീകൃത രേഖകളോ കാര്യങ്ങളോ ഒന്നും ഈ ലാബ് സാങ്ഷൻ ആക്കിയിട്ടില്ല, നമ്മുടെ കൈവശം തന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 പ്രകാരം LPHO ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ആയിട്ടുള്ള അമരമ്പലം പ്രാഥമികാരോഗ്യ മെഡിക്കൽ ഓഫീസറെ ഫോണിലൂടെ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനം താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. അതിൻ്റെ രേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷം മറ്റുള്ള അടുത്ത നടപടികൾ സ്വീകരിക്കുന്നതാണ്. നിലവിൽ ക്ലിനിക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള പഞ്ചായത്ത് ലൈസൻസ് പുതുക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ക്ലിനിക്ക് അടച്ചുപൂട്ടിയത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററീസിന്റെ സേവനം തുടരുന്നു. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ.